ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. സന്നിധാനത്ത് ഈ സീസണിൽ ഇതുവരെ 7.5 ലക്ഷത്തിലേറെ പേർക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കി സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ഇക്കുറി കേരളീയ സദ്യ ഉൾപ്പെടുത്തിയത് അന്നദാനത്തിന്റെ രുചി കൂട്ടി ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ നൽകുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 20,000-ലേറെ പേരാണ് അന്നദാന മണ്ഡപത്തിലെത്തിയത്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അന്നദാന മണ്ഡപത്തിൽ 800 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. രാവിലെ 6:30 മുതൽ 11:30 വരെ പ്രഭാത ഭക്ഷണം, 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണം, വൈകിട്ട് 6:30 മുതൽ 11:30 വരെ അത്താഴം എന്നിങ്ങനെയാണ് ഭക്ഷണ സമയം. ദിനം പ്രതി ശരാശരി 20,000 പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനുമാണ് കൂടുതൽ പേരെത്തുന്നത്. ഉച്ചഭക്ഷണത്തിന് ശരാശരി 5,000 പേരുണ്ടാകും. സന്നിധാനത്തെത്തിയ ഭക്തരിൽ നിന്നും അന്നദാനത്തിന് ഇതുവരെ ലഭിച്ച സംഭാവന 1.97 കോടി രൂപയാണെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു പറഞ്ഞു. നട തുറക്കുന്നത് മുതൽ എല്ലാ ദിവസവും ഇത്രയും പേർ എത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡും ജീവനക്കാരും നിഷ്കർഷത പുലർത്തുന്നുണ്ട്. ഓരോ നേരത്തെയും ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ ഉന്മേഷം നീക്കിയ ശേഷം ഫ്ലോർ ക്ലീനർ യന്ത്രം ഉപയോഗിച്ച് തറ വൃത്തിയാക്കും. ഭക്ഷണം കഴിക്കുന്നവർ തന്നെ പാത്രം വൃത്തിയാക്കുന്നതിന് പുറമെ ഇലക്ട്രിക് ഡിഷ് വാഷർ ഉപയോഗിച്ച് പാത്രം കഴുകി വൃത്തി ഉറപ്പുവരുത്തും. 3 ഷിഫ്റ്റുകളിലായി 245 പേരെയാണ് ഭക്ഷണമൊരുക്കൽ, വിളമ്പൽ, ശുചിയാക്കൽ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം.